ഹലോ, ഞാൻ തെഹസിൽ. ഇന്ന് നമ്മൾ MAC 104ന്റെ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള പ്രോഗ്രാമിൽ, അതായത് എന്നുള്ള കോഴ്സിൽ ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഹാരോ ഡോമർ ഗ്രോത്ത് മോഡൽ. നമുക്കറിയാം, ഹാരോ ഡോമർ നമ്മൾ ഇതിനു മുമ്പും പലതവണയായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഹാരോഡും ഡോമറും രണ്ട് എക്കണോമിസ്റ്റുകളാണ്. അപ്പൊ അവര് ഈ ഒരു ഗ്രോത്ത് മോഡലിനെ ഏതെല്ലാം തരത്തിലാണ് അവർ വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് പറയുന്നത്, നമുക്ക് ഈ ഒരു യൂണിറ്റിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഹാരോഡ് ഡോമർ നമുക്കറിയാം രണ്ടും രണ്ട് എക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ അവര് എങ്ങനെയാണ്, അതായത് രണ്ടുപേരുടെയും ഗ്രോത്ത് മോഡൽസിന്റെ തിയറി എന്താണ്, അതിന്റെ അസംഷൻസ്, അതിന്റെ സിമിലാരിറ്റീസ്, ഡിസിമിലാരിറ്റീസ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഗ്രോത്ത് മോഡലുകളെ പറ്റി. അപ്പൊ അതിലെങ്ങനെയാണ് ഈ ഒരു ഹാരോഡിന്റെയും ഡോമറിന്റെയും ഈ ഒരു ഗ്രോത്ത് തിയറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ യൂസ്ഫുൾ എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു, ഹാരോഡ് ആൻഡ് ഡോമർ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് RS ഹാരോഡും അതുപോലെ ED ഡോമറും ആണ്. ഹാരോഡിന്റെ ഫസ്റ്റ് തിയറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1948ലാണ്. ഡോമറിൻ്റെത് 1957ലാണ്. ഓക്കെ. അടുത്തത് പറയുന്നത്, ഡെസ്പൈറ്റ് ഡിഫറൻസ് ഇൻ ഡീറ്റെയിൽസ് ബോത്ത് മോഡൽ ഷെയർ സിമിലർ ഐഡിയാസ് ആൻഡ് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റഡ് മോഡൽ ഇൻ ലിറ്ററേച്ചർ. അതെ, ഹാരോഡിന്റെയും ഡോമറിന്റെയും മോഡലുകൾ എന്താണ്, ഏകദേശം സിമിലർ ആണ്. പക്ഷെ എന്താണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നതായിരിക്കും. അടുത്ത്, ഹാരോ ഡോമർ ഇന്റഗ്രേറ്റഡ് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എംഫസൈസിങ് ദ ക്രൂഷ്യൽ റോൾ ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. അതെ, അതായത് ഹാരോ ഡോമർ മോഡലുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈനീഷ്യൻ അനാലിസിസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള കൈനീഷ്യൻ എക്കണോമിയുടെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് റെക്കഗ്നൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ബട്ട് ഫോക്കസ് സ്ലോലി ഇൻ ഇറ്റ്സ് കപ്പാസിറ്റി, ബിലീവിംഗ് ദാറ്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അതെ, നമുക്കറിയാം ക്ലാസിക്കൽ എക്കണോമിക്സ് കെയ്നീഷ്യൻ എക്കണോമിക് അല്ലെങ്കിൽ കെയ്നീഷ്യൻ തിയറി മോഡലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, അതാണ് അവരുടെ വാക്യം എന്ന് പറയുന്നത്. അവരെപ്പോഴും പറയുന്നത്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, അല്ലെ. അപ്പൊ ഈ ഒരു അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസിൽ നമ്മുടെ ഹാരോഡിന്റെയും ഡോമറിന്റെയും എന്തൊക്കെയാണ്, ഹാരോഡിന്റെയും ഡോമറിന്റെയും തിയറീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ കൈനീഷ്യനിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് എന്താണ്, അവര് ഡിമാൻഡ് സൈഡ് മാത്രമാണ് നോക്കുന്നത്. അതുപോലെ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു ലോങ് ടേമിലോട്ടുള്ള ചിന്താഗതി ഒരിക്കലും ഈ ഒരു കെയ്നീഷ്യൻ എക്കണോമിസ്റ്റിൽ വരുന്നില്ല, അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് ഹാരോ ഡോമർ മോഡലില് രണ്ട് സൈഡും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോസസ്സിലായിക്കോട്ടെ, അതുപോലെ ഈ ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റിന്റെ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന കെയ്നീഷ്യൻ അപ്രോച്ചുകൾ, അതിന്റെ ലിമിറ്റേഷൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹാരോ ഡോമർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്, ദ മോഡൽ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസിങ് ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സൈഡ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത്. അതെ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെ ഈ ഒരു അതായത് സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും ബാലൻസ് ചെയ്യേണ്ടതിന്റെയും ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെയും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹാരോ ഡോമർ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത്, എസെൻസ് ഓഫ് ദ മോഡൽ. ഓക്കെ, ഈ ഒരു മോഡലിൽ എന്തൊക്കെയാണ് കാര്യമായിട്ടും പറയുന്നത് എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. ഹാരോ ഡോമർ മോഡൽ സ്റ്റാർട്ട് ഫ്രം എ പൊസിഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അതായത് ഹാരോ ഡോമർ മോഡലിൽ അവർ കൺസിഡർ ചെയ്യുന്ന എന്താണ്, ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ടു മെയിൻറ്റെയിൻ ദിസ് ഇക്വിലിബ്രിയം എ സർട്ടൻ വോളിയം ഓഫ് സ്പെൻഡിങ് ജനറേറ്റഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ടു അബ്സോർബ് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്.
അതായത് അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു എന്ത്? അവിടെ നമ്മുടെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞു. അസ്യൂം ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ദ വോളിയം ഓഫ് സ്പെൻഡിങ് ജനറേറ്റഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ റിക്വയർഡ് അബ്സോർബ് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്. അതായത് ഇപ്പൊ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റണം? അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതോടുകൂടെ എന്ത് ചെയ്യണം? അതിൽ ചെലവഴിക്കാനും പറ്റണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഒന്നാലോചിക്കുക, ഇപ്പൊ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ്. ഓക്കെ, വെള്ളം നിറയ്ക്കുക എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്, അതായത് അവിടെ ഔട്ട്പുട്ട് കൂടുകയാണ്. ഓക്കെ, ഇപ്പോ നമുക്ക് ആ ഒരു ബക്കറ്റിലെ വെള്ളം നമ്മൾ ഉപയോഗിച്ച് ചെലവഴിച്ച് കഴിയുമ്പോഴല്ലേ അത് കാലിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഓവർഫ്ലോ ചെയ്യും അല്ലെ? അപ്പൊ ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയുന്നത്? സ്പെൻഡിങ് ജനറേറ്റഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യണം. ഇപ്പോ നമ്മൾ ഈ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെലവഴിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് ഔട്ട്പുട്ട് കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെലവഴിക്കാൻ വേണം, അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അപ്പോഴാണ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ? ഈ ബക്കറ്റിന്റെ പറഞ്ഞ പോലെ തന്നെ വെള്ളം നിറയുന്നതിനനുസരിച്ച് നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴല്ലേ അതിൽ വീണ്ടും ബക്കറ്റിലോട്ട് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ആയിട്ട് പോകും അല്ലെ? അത്രേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, with a given marginal propensity to save, higher capital accumulation leads to a large national income. അതെ, അതായത് മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അഡീഷണലി നമ്മൾ ഇൻകത്തിൽ വരുന്ന നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം അല്ലെ? അപ്പോ നമ്മുടെ ക്യാപിറ്റൽ കൂടുവാണ്, നമ്മുടെ മൂലധനം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുവാണ്. അങ്ങനെ കൂടുമ്പോ എന്താ? അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും? സേവ് ചെയ്യാനുള്ള, അതായത് കൂടുതൽ ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ സേവ് ചെയ്ത് വെക്കും അല്ലെ? അതിൽ നിന്ന് മറ്റൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ നമ്മൾ ഉപയോഗിക്കും അല്ലെ? അപ്പൊ ഇത്രയാണ് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ കൂടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ഭാഗം നമ്മൾ സേവ് ചെയ്യും, മറ്റൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? നാഷണൽ ഇൻകം വർദ്ധിക്കാൻ കാരണമാവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത്, ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെന്റ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് മസ്റ്റ് ബി ലാർജർ ദാൻ ദ അബ്സല്യൂട്ട് വോളിയം ഓഫ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലീഡിങ് ടു കണ്ടിന്യൂസ് ഗ്രോത്ത് ഇൻ റിയൽ നാഷണൽ ഇൻകം. അതെ, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫുൾ എംപ്ലോയ്മെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് മസ്റ്റ് ബി ലാർജർ ദാൻ ദ അബ്സല്യൂട്ട് വോളിയം ഓഫ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതെ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ന്യൂ ഇൻവെസ്റ്റ്മെന്റ്സ് മൈനസ് ഡിപ്രിസിയേഷൻ. അതായത് പുതുതായിട്ട് നമ്മൾ ഇപ്പൊ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ടെക്നോളജി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് നടത്തുന്ന ന്യൂ ഇൻവെസ്റ്റ്മെന്റ്സ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? എല്ലാ ആളുകൾക്കും ജോലിയുണ്ട്. എല്ലാ ആളുകൾക്കും ജോലി ഉണ്ടാകുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കലി അവിടെ എക്കോണമി എങ്ങനെയായിരിക്കണം? ഗ്രോ ചെയ്യുന്നതായിരിക്കണം അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? സേവിങ്സിന് പണമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പണം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എക്കോണമി എങ്ങനെയായിരിക്കും? ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്, നമുക്ക് ഈ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം എന്ന് പറയുന്നത് കറന്റ് ലെവലിനേക്കാളും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കപ്പാസിറ്റിനേക്കാളും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കണം. അങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിയൽ നാഷണൽ ഇൻകം ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻകം ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതെ, കറക്റ്റ് ആണ്. എന്താ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാല്? ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ക്യാപിറ്റൽ ഗുഡ്സിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ആ പുതുതായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എക്കോണമി ഗ്രോ ചെയ്യില്ലേ? ഉറപ്പല്ലേ? അതെ. ഇനി അത് ഇൻവേഴ്സ്ലി നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ? ഇപ്പോ നാഷണൽ ഇൻകം വളരെ കൂടുതലാണ്, എല്ലാവരുടെ കയ്യിലും ഒത്തിരി ക്യാഷ് ഉണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവില്ലേ? അതും ഗ്രോ ചെയ്യില്ലേ? അതാണ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ എക്സ്പാൻഡ്സ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഇഫ് നോട്ട് അക്കംപനീഡ് ബൈ ഇൻക്രീസ്ഡ് ഇൻകം മേ ലീഡ് ടു untapped capital, replacement of old capital, depriving of
ഡിപ്രൈവിംഗ് ഇറ്റ് ഓഫ് ലേബർ മാർക്കറ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ ഫോർ ലേബർ. അപ്പോൾ ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ, എന്താ ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ കൂടുക, അതായത് നമ്മുടെ ബിൽഡിംഗ്, മെഷീനറി, ടെക്നോളജി എന്നിവയൊക്കെ എന്ത് ചെയ്യുക, കൂടുക. അപ്പൊ അതിനാണ് നമ്മൾ ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പാൻഡ്സ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പൊ ക്യാപിറ്റൽ കൂടുമ്പോ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടും അല്ലെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻകം കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ കൂടുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്, പക്ഷെ എന്താണ്, നമ്മുടെ ഇൻകത്തിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ ഇൻകം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ലോ ഇൻകം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന 3 പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന് അൺടാപ്ഡ് ക്യാപിറ്റൽ. അൺടാപ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ഇപ്പോ പുതിയ ക്യാപിറ്റൽ ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇൻകം എന്താണ്, ലോ ആണ്, നമുക്ക് അതിനെ മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ടാകും, അതുപോലെ എന്തുണ്ടാവും, അണ്ടർ പ്രൊഡക്ഷനിലോട്ട് പോവുകയും ചെയ്യും അല്ലെ. അടുത്തത് റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് ക്യാപിറ്റൽ, ഡിപ്രൈവിംഗ് ഓഫ് ലേബർ മാർക്കറ്റ്. അതെ, ഈ പുതിയ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായിരുന്ന ഓൾഡർ ലെവൽ ഓഫ് ക്യാപിറ്റൽ ആ ഒരു ലെവലിലോട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ആവും. അതുപോലെ മൂന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ ഫോർ ലേബർ. അതെ, അതായത് ഇപ്പൊ പുതിയ ക്യാപിറ്റൽ വന്നു, പുതിയ ടെക്നോളജി വന്നു, അവിടെ എന്തല്ല ലേബേഴ്സിന് ആവശ്യമില്ലാന്നിരിക്കും. അപ്പോ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ലേബേഴ്സിന് ആവശ്യമില്ല. അപ്പൊ അവരുടെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. മനസ്സിലായല്ലോ. അതായത് നമ്മളൊരു പരിധിയിൽ കവിഞ്ഞ് അതിൽ കൂടുതൽ എന്താ ചെയ്യുക, ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ കൂട്ടിക്കൂട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതുപോലെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ക്യാപിറ്റൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു, ടെക്നോളജി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു നമ്മൾ പറയുമ്പോൾ എന്താണ്, അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ അങ്ങനെ വരുമ്പോ എന്താണ്, ക്യാപിറ്റൽ ഒരു പരിധിയിലും കഴിഞ്ഞ് കൂടുവാണ്. അങ്ങനെ കൂടിക്കഴിയുമ്പോ എന്താണ്, അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഓവറായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവാന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ കൂടി, അതിനനുസരിച്ചിട്ട് എന്താണ്, പ്രൊഡക്ഷൻ കൂടി 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 വന്നു, ഓവർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ വന്നു. അപ്പൊ ഈ ഓവർ പ്രൊഡക്ഷൻ വന്നാലും അതും എന്താണ്, കേടാണ്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയാൻ തുടങ്ങും. അതെന്ത് ചെയ്യും, ഡിപ്രഷനിലോട്ട് പോയി തുടങ്ങും. ഓക്കെ, അടുത്തത് ഈ ഒരു മോഡലിന്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അസംഷൻസ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്, നോ ഗവൺമെന്റ് ഇന്റർഫറൻസ്, അതായത് എക്കോണമിയിൽ ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് എന്താണ്, മറ്റ് എക്സോജീനിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഈ ഒരു ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതെന്താണ്, ഒരു ക്ലോസ്ഡ് എക്കോണമി മോഡലാണ്. അടുത്തത് എന്താണ്, ദർ ഇസ് നോ ലാഗ്സ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് എക്കോണമിക് വേരിയബിൾസ് ലൈക്ക് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതെ, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ എന്തില്ല, ലേഗോ കാര്യങ്ങളോ ഒന്നുമില്ല. സേവിങ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അതുപോലെ മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവും മാർജിനൽ പ്രോപ്പൻസിറ്റി ടു ആവറേജ് പ്രോപ്പൻസിറ്റി ടു സേവും മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവും എന്താണ്, ഈക്വൽ ആണ് എന്നുള്ളതും കൂടെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് ദ ആവറേജ് പ്രോപ്പൻസിറ്റി ടു സേവും അതുപോലെ മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവും എന്താണ്, ഈക്വൽ ആണ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് ചേഞ്ചിങ് സേവിങ്സും റിലേറ്റീവ് ചേഞ്ചിങ് സേവിങ്സും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ പറയുന്നതാണ് അവിടെ ക്യാപിറ്റൽ കോഫിഷ്യന്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുപോലെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണ് അവിടെ ഉള്ളത്, കാരണം അവിടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. പിന്നെ പറയുന്നത് എന്താണ്, ഇൻകത്തിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും സേവിങ്സിനെയൊക്കെ നമ്മൾ ഡിപ്രീസിയേഷനും കൂടെ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് എന്താണ്, നെറ്റ് സെൻസിലാണ്, അതായത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് സേവിങ്സ് എന്നുള്ള സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്, എക്സാൻഡെ എക്സ്പോസ്റ്റ് സെൻസിൽ നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും എന്താണ്, ഈക്വൽ ആണ് എന്നുള്ളതാണ്. അതായത് അക്കൗണ്ടിങ് ആൻഡ് ഫങ്ഷണൽ ഈക്വലി ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ, അതായത് എക്സാൻഡെ എക്സ്പോസ്റ്റ് സെൻസിൽ നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും എന്താണ്, ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, എസ് ഒ ഇസ് ഈക്വൽ ടു ഐ ഒ. എസ് എന്ന് പറയുന്നത് സേവിങ്സ് ആണ്, ഐ എന്ന് മെൻഷൻ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിനെയാണ്, ഒ എന്ന് മെൻഷൻ ചെയ്യുന്നത് ഒബ്സർവ്ഡ് സേവിങ്സിനെയും ഒബ്സർവ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെയാണ്. രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ എസ് ഇ ഇസ് ഈക്വൽ ടു എൽ ഇ. ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് സേവിങ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് സേവിങ്ങും എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെന്റും അതും ഈക്വൽ ആണെന്നാണ് അസംഷൻസിൽ പറയുന്നത്. നമുക്ക് മൊത്തം 8 അസംഷൻസ് ഉണ്ട്, ഓർത്ത് വെക്കുക. അടുത്തത്
നമ്മൾ പറഞ്ഞു ഇത് രണ്ട് എക്കണോമിസ്റ്റുകളുടെ മോഡലാണ് ഹാരോഡ് ആൻഡ് ഡോമർ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാരോഡ് മോഡൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഹാരോഡ് മോഡലില് പറയുന്നത് ഹാരോഡ് എന്താ പറയാ മെൻഷൻ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ആയിരിക്കണം. സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ആവാന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് എന്തായിരിക്കണം, ഗ്രൂത്ത് റേറ്റ് ഈക്വൽ ആയിരിക്കണം, ലെവൽ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ഈ ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ഇല്ലാണ്ടായാൽ, അവിടെ ഡിസിക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ പറയുന്നുണ്ട് എങ്ങനെ ഈ ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണ്, ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ എങ്ങനെ ഈ ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെ നമുക്കിതിനെ ഈ സ്റ്റേബിൾ ആയത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ ഇതിന്റെ മറ്റു എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ഹാരോഡ് മോഡലിന്റെ അസംഷൻസ് ആണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്ന അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവ് അതെന്താണ്, എല്ലാവരിലും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് എന്താണ്, ഈ ഒരു ടെക്നിക്കൽ പ്രോഗ്രസ് അതൊരിക്കലും ഈ ഒരു ക്യാപിറ്റൽ ഔട്ട്പുട്ടിനെയോ അല്ലെങ്കിൽ ലേബർ ഔട്ട്പുട്ടിനെയോ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയുന്നത് എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ടും അതുപോലെ ലേബർ ഔട്ട്പുട്ടും എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അതുപോലെ നാലാമത് പറയുന്നത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഗ്രോത്ത് മോഡൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഹാരോഡ് എങ്ങനെയാണ് ഈ ഒരു 3 ഗ്രോത്ത് മോഡൽസിനെയും പറയുന്നത്, എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, അതിനെ നമ്മൾ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, സേവിങ് റേഷ്യോ അതുപോലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇതിനെയാണ് എന്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്, ജി ആണ്. ഇതെന്താണ്, നമ്മുടെ ഷോർട്ട് റണ്ണിലുള്ള ഒരു എന്താ ഗ്രോത്ത് റേറ്റിന്റെ ഒരു സൈക്ലിക്കൽ വേരിയേഷനെയാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത്. വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിലുള്ള ഇൻകത്തിന്റെ, അതായത് ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റിൽ ഉണ്ടാവുന്ന കപ്പാസിറ്റി, അതായത് ഫുൾ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, GW എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് GN എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെൽഫെയർ ഒപ്റ്റിമം ആണ്, അതായത് എല്ലാവർക്കും ഫുൾ എംപ്ലോയ്മെന്റ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ വൈസിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്, നമ്മുടെ ഹാരോഡ് മോഡലും ഈ ഒരു ആക്ച്വൽ ഗ്രോത്ത് റേറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും GC, അതായത് ഗ്രോത്ത് GC ഇസ് ഈക്വൽ ടു S എന്നാണ് കൊടുത്തിട്ടുള്ളത്. G എന്ന് പറയുന്നത് ആക്ച്വൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്, അതായത് ഡെൽറ്റ Y, അതായത് ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഇൻകം എന്നുള്ളതാണ്. C എന്ന് പറയുന്നത് മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, അതുപോലെ S എന്ന് പറയുന്നത് സേവിങ് ഇൻകം റേഷ്യോ. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ നമ്മുടെ HMന്റെ, അതായത് HM എന്ന് പറയുന്നത് ഹാരോഡ് മോഡലിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് GC ഈസ് ഈക്വൽ ടു S ആണ്. അത് മനസ്സിലാക്കി വെക്കുക. G എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനെയാണ്, C റെപ്രസെന്റ് ചെയ്യുന്നത് മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്, S റെപ്രസെന്റ് ചെയ്യുന്നത് സേവിങ് ഇൻകം റേഷ്യോനെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആക്ച്വൽ ഗ്രോത്ത് റേറ്റിൽ നമ്മുടെ ഹാരോഡ് മോഡലിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് GC ഈസ് ഈക്വൽ ടു S ആണ്. ഓക്കെ, നമ്മൾ ഗ്രോത്ത് മോഡൽസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഈക്വൽ ആണ് എന്നുള്ളത്, I ഈസ് ഈക്വൽ ടു S എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്, അതായത് ഈ GC ഈസ് ഈക്വൽ ടു S നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇവിടെ GC ഈസ് ഈക്വൽ ടു S എന്ന് കൊടുത്തിട്ടുണ്ട്. G എന്ന് പറയുന്നത് ആക്ച്വൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്, അഥവാ ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ Y, അല്ലെ, ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ C എന്ന് പറയുന്നത് മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്, അഥവാ I ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y.
അത് ദേ ഇവിടെ ഇൻറ്റു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് എന്താണ്? സേവിങ് ഇൻകം റേഷ്യോ ഓർ എസ് ഡിവൈഡഡ് ബൈ വൈ. ഓക്കെ, അതിനെയും ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ മുകളിൽ ഡെൽറ്റ വൈയും ഈ താഴെയുള്ള ഡെൽറ്റ വൈയും എന്ത് ചെയ്യുന്നു? വെട്ടിപ്പോവാണ് ചെയ്യുന്നത്. അങ്ങനെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടെയുള്ള ഈ ഒരു ഡെൽറ്റ വൈയും ഇവിടെയുള്ള ഈ ഒരു ഡെൽറ്റ വൈയും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 / ഡെൽറ്റ വൈ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ വൈ എന്ന് കിട്ടും. അപ്പോൾ താഴെ നമുക്ക് വീണ്ടും വൈ വൈ വന്നു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഐ ഈസ് ഈക്വൽ ടു എസ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു സേവിങ്സ് അല്ലെ? നമ്മുടെ നമ്മുടെ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നുകൂടെ വിളിക്കുന്നത്. ഇതിനെ നമ്മുടെ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആയിരിക്കണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈനാമിക് ഇക്വിലിബ്രിയം. അടുത്തത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫുൾ കപ്പാസിറ്റി ഓഫ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകം ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലുള്ള ഇൻകത്തിന്റെ ഫുൾ കപ്പാസിറ്റി, അതിന്റെ ഗ്രോത്ത് റേറ്റിനെയാണ് റെഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന് എന്ത് പറയും? ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് എന്നും ഒരു പേരുണ്ട്. എന്തിന്? ഈ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിന്. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ്. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ് എന്നും നമ്മൾ വിളിക്കും. അതിന്റെ ഇക്വേഷൻ ആണ് പറയുന്നത് GW. GW എന്ന് നമ്മൾ ഓൾറെഡി ഡിനോട്ട് ചെയ്യുന്നത് എന്തിനായിരുന്നു? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് അല്ലെ? GWCR ഈസ് ഈക്വൽ ടു എസ്. ഇവിടെ GW എന്ന് പറയുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ആണ്. CR എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. അതായത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട്, അതിനെയാണ് ഇവിടെ CR എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് സേവിങ് ഇൻകം റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നമ്മുടെ ഹാരോഡ് മോഡലിന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? GWCR ഈസ് ഈക്വൽ ടു എസ് ആണ്. GW എന്ന് പറയുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ആണ്. CR എന്ന് പറയുന്നത് എന്താണ്? ഈ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട്, അതിനെയാണ് CR എന്ന് പറയുന്നത്. ഇതെന്താണ്? സേവിങ്സ് ഇൻകം റേഷ്യോനോട് ഈക്വൽ ആണ്. ഈ ഒരു ഇക്വേഷൻ ആണ് എന്ത് വരുന്നത്? വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ വരുന്നത്. അതുപോലെ നമ്മുടെ ഈ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ, അതായത് അവിടെ ഈ നമ്മുടെ കപ്പാസിറ്റി, ഇൻവെസ്റ്റ്മെന്റിന്റെയും ക്യാപിറ്റലിന്റെയും ആ ഒരു റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതുപോലെ എന്ത് ചെയ്യും? CRും കൂടും. CR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട്, അതായിരുന്നു എന്ത്? CR. അപ്പോ പെർ ഇയർലി ആ ഒരു CRും ഗ്രോ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗ്രോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ CR നമ്മളെ ഫസ്റ്റിലുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? GWCR is equal to S ആയിരുന്നു. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു CRനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ GW is equal to S divided by CR എന്നുള്ള ഒരു ഇക്വേഷനിലോട്ട് എത്തും. ഓക്കെ, ഇപ്പോ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ ഇൻകം ഗ്രോ ചെയ്യണം, വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കണം? ഫുള്ളി യൂട്ടിലൈസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്റർപ്രണേഴ്സ് വിൽ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ആസ് എ ഫുള്ളി പൊട്ടൻഷ്യൽ. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഫുള്ളി പൊട്ടൻഷ്യലി എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ ഇൻകം വർദ്ധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൽ നമ്മൾ പറഞ്ഞു ഇതൊരു സെൽഫ് സസ്റ്റെയിൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. ഓക്കെ, നമ്മൾ ഇതിന് 2 പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റും മറ്റൊന്ന് പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റും അല്ലെ? അപ്പോ ഈ ഒരു വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇതൊരു സെൽഫ് സസ്റ്റെയിൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. അപ്പോൾ അതിന്റെ ദാറ്റ് മീൻസ് ദ ഗ്രോത്ത് റേറ്റ് എന്താണ്? ആ ഒരു ഇക്വിലിബ്രിയം പാത്ത് അവരിത് എപ്പോഴും ഫോളോ ചെയ്യും. അപ്പൊ ഗ്രോ ചെയ്യുവാണെങ്കിലും ആ ഒരു ഇക്വിലിബ്രിയം എന്തായിരിക്കും? കൺസേൺ ആയിരിക്കും. അതുപോലെ എന്താ? ഇക്വൽ ആയിരിക്കും. ഓക്കെ,
ഇനി നമുക്കൊരു ഗ്രാഫ് കാണാം. അതുവഴി എങ്ങനെയാണ് ആ ഒരു ഇക്വിലിബ്രിയം ഈക്വൽ ആയിട്ട് പോകുന്നത്, ആ ഒരു പാത്ത് എങ്ങനെയാണ് ഈക്വലി നമ്മള് എങ്ങനെയാണ് അത് പോകുന്നത്, കണ്ടിന്യൂസ്ലി ആ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇതില് the equilibrium path is shown in figure where the income is measured along the horizontal axis. അതായത് ഈ താഴെയുള്ള ആക്സിസ് ആണ് എന്ത്, ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഇൻകം ആണ് കേട്ടോ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഇൻകം ആണ് കേട്ടോ. അടുത്തതോ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആർ മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലംബമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അതായത് ഈ ആക്സിസ് ഇവിടെ കണ്ടോ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് ഇങ്ങോട്ട് ഉള്ളതാണ് എന്ത് പറയാ, ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്, ഈ താഴെയുള്ളത് കേട്ടോ. അതാണ് എന്ത്, ഇൻകം. ഇൻകം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ്. അടുത്തത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് S1 അറ്റ് ഇൻകം ലെവൽ Y2 റൈസസ് ഇൻകം ടു Y3. അതുപോലെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് S1 അറ്റ് ഇൻകം ലെവൽ Y2 റൈസസ് ഇൻകം ടു Y3. അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫില് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ഇതാണ് എന്ത്, ഇൻകം. ഇവിടെയാണ് എന്ത്, സേവിങ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇപ്പൊ S1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയാണ് S1 എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ഇൻകം എവിടെ നിന്ന്, Y2ൽ നിന്നും, ഇത് Y2 ആണെങ്കിൽ Y2ൽ നിന്ന് എങ്ങോട്ട് എത്തും, Y3യിലോട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുവാണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും, കൂടും, നമ്മുടെ ഔട്ട്പുട്ട് കൂടും, നമ്മുടെ ഇൻകം കൂടാനുള്ള കാരണമാവും. അതാണ് പറയുന്നത്. അതായത് ഈ ഒരു ഗ്രാഫിൽ ശ്രദ്ധിക്കുക. ഇപ്പോ ഇത് ഇൻവെസ്റ്റ്മെന്റ് ലൈൻ ആണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നോക്കൂ, Y1 ഫസ്റ്റ് Y2ലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അടുത്തത് ഇങ്ങോട്ട് മാറും, അത് Y3 ആവും. Y3 നിന്നും Y4ലോട്ടാകും. കാരണം ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം കൂടും എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്താണ്, ഇത് നമ്മുടെ നമ്മുടെ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം കൂടാനുള്ള കാരണമാവും എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ടാൻജന്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയാസ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ ലൈനിനോട് ടാൻജന്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഏരിയാസ് ഇക്വിലിബ്രിയം ആയിട്ടാണ് പറയുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ the point of intersection of the investment line and the line parallel to the y-axis indicate the required investment for equilibrium. അതായത് ഈ ഒരു ലൈനുകൾ കേട്ടോ, ഇവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലൈനിനോട് ടാൻജന്റ് ആയി കിടക്കുന്ന ഈ ഒരു ലൈനുകളെ നമ്മൾ എന്ത് പറയും, അത് ഇക്വിലിബ്രിയം ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് വാറന്റഡ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ വാറന്റഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ എക്സാൻഡ് ആൻഡ് എക്സ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സുകൾ, അതായത് ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെന്റും എന്താണ്, ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആവുമ്പോൾ അവിടെ ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ എക്സ്പെക്ട് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിനോട് ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ അവിടെ G is equal to GW ആൻഡ് C is equal to CR എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, എക്കോണമി ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇൻ കേസ് നമ്മുടെ എക്കോണമി ഇക്വിലിബ്രിയത്തിലല്ല, ഡിസ് ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യും, G is greater than GW or C is less than CR എന്നുള്ളതായിരിക്കും നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ എന്തുണ്ടായിരിക്കും, ഇൻഫ്ലേഷൻ വരും, അതുപോലെ എക്സസ് ഡിമാൻഡ് വരും, അതുപോലെ ക്യാപിറ്റൽ ഡെഫിഷ്യൻസിയും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതല്ലേ നമ്മൾ പറഞ്ഞു അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, G is greater than GW or C is less than CR എന്ന് പറഞ്ഞു. ഇൻ കേസ് അതല്ലാണ്ട് നമുക്ക് എങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, G is less than GW or C is greater than CR എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, നമ്മുടെ ഓവർ പ്രൊഡക്ഷൻ, ഡെഫിഷ്യൻസി, ഡിമാൻഡ് ആൻഡ് ഡിപ്രഷനിലോട്ട് വഴിതെളിക്കും എപ്പോ, ഇക്വിലിബ്രിയം അല്ലാതിരിക്കുമ്പോൾ, ഡിസ് ഇക്വിലിബ്രിയം ആവുമ്പോൾ. ഓക്കെ, ഈ ഹാരോഡ് ഈ ഒരു നമ്മുടെ വാറന്റഡ് ഗ്രോത്തിന്റെ ഇക്വിലിബ്രിയം ലെവലിന് നമ്മൾ ഹാരോഡ് വിളിക്കുന്ന പേരാണ് നീ ഫെഡ്ജ് ഇക്വിലിബ്രിയം. ബിക്കോസ് എന്താന്ന് വെച്ചാല് ഈ ഒരു ഇവിടെ ഗ്രോത്ത് റേറ്റ് എന്താണ്, G ഡിപ്പാർട്സ് ഫ്രം GW. അതായത് ഹാരോഡ് നമ്മുടെ ഈ ഒരു
ജി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. അത് മറക്കരുത്. GW എന്ന് പറയുന്നത് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോ ഈ ഒരു വാറന്റഡ് ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും ആ ഒരു ടാൻജന്റ് ആവുന്ന ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെ ഹാരോട് വിളിക്കുന്ന പേരാണെന്ത്? നീഫെഡ്സ് ഇക്വിലിബ്രിയം എന്നുള്ളത്. ഓക്കെ. ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം ഇപ്പൊ ഈ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് നമ്മുടെ ഈ ഒരു വാറന്റഡ് ഗ്രോത്തിൽ നിന്നും ഡൈവേർട്ട് ആയിട്ട് പോവാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്തിൽ നിന്നും ഡൈവേർട്ട് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ എബോവ് ആണ്, അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കൂടുതലും വാറന്റഡ് ഗ്രോത്ത് റേറ്റ് കുറവും ആണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും, ഇൻകം കൂടുതലായിരിക്കും, സേവിങ്സും കൂടുതലായിരിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, അതായത് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ താഴെയാണ് എന്താ ഈ ഒരു ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് കുറവായിരിക്കും, ഇൻകം കുറവായിരിക്കും, സേവിങ്സും കുറവായിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിൽ നിന്നും ഡൈവേർട്ട് ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയത്തിലോട്ട് എത്താനുള്ള സാധ്യത എന്തായിരിക്കും? വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു നമ്മുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും ഒരു ലോങ് സ്റ്റെബിലിറ്റിയിലോട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, ഒരു ലോങ് പീരീഡിലേക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എന്നാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാരോഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ലോങ് ടേമിലോട്ട് നമ്മുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ റേറ്റ് ഗ്രോത്ത്, അതായത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. നമുക്കിനി അത് അടുത്തത് അതാണ് കേട്ടോ നോക്കാനുള്ളത്. ഇനി അടുത്തത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്, GN എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു എക്കോണമിയിൽ ആ ഒരു എക്കോണമിക്ക് മാക്സിമം എത്ര എന്താ പറയുക ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് എത്രമാത്രം അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത്? നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ വരുന്നത്, the equation for GN is equal to CR divided by S. GN എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ്. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാം? മാക്രോ വേരിയബിൾസ് ലൈക്ക് പോപ്പുലേഷൻ ആവാം, ടെക്നോളജി ആവാം, നാച്ചുറൽ റിസോഴ്സസ് ആവാം, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സും ആവാം, എന്തോ ആവാം ഈ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും കൂടെ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതിന്റെ ഇന്ററാക്ഷൻസ് എന്താണെന്നുള്ളത്. ഇപ്പോ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനോട് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? സ്റ്റഡി ഗ്രോത്ത് പ്രിവെയിൽ. അതായത് ഇപ്പോ നാച്ചുറൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ആര് പറയുന്നത്? ഹാരോഡ് പറയുന്നത്. ഇൻ കേസ് ഇനി വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്താണ്? ഈ നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? അവിടെ ക്യുമുലേറ്റീവ് റിസർഷൻ ഉണ്ടാവും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകും, ഡിപ്രഷനും ഉണ്ടാകും. അതെന്താണ്? ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കും. പക്ഷെ അതൊരിക്കലും എന്തായിരിക്കില്ല, ഒരു ലോങ് ടേമിലോട്ടൊന്നും ആയിരിക്കില്ല, ഒരു കുറച്ച് കാലത്തോട്ടായിരിക്കും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താവും? റിക്കവർ ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ ആ ഒരു കുറച്ച് കാലത്തോട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ എങ്ങനെയാണ് അത് ബാലൻസ് ആവുന്നത് നോക്കുകയാണെങ്കിൽ, ഒന്ന് അവിടെ എന്താണ്? ഒരു മിനിമം കൺസപ്ഷൻ ഉണ്ടായിരിക്കും. മിനിമം കൺസപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആളുകൾക്ക് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഒരു മിനിമം അവരെന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനൊക്കെ തുടങ്ങും, അല്ലെ? അതുപോലെ റെഡ്യൂസ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കുറക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ചെലവ് ഉണ്ടായിരിക്കും, ഇല്ലേ? ആ ഒരു ചെലവ് കുറച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റിലും കാര്യത്തിലും കുറവ് വരും. അപ്പൊ വീണ്ടും അത് പഴയ ഒരു അവസ്ഥയിലോട്ട് മാറും എന്നുള്ളതാണ്. ഇനി ഇതിന് ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ? അതായത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഗ്രേറ്റർ ദാൻ വാറന്റഡ് ഗ്രോത്ത് റേറ്റ്. അപ്പോ ഈ ഒരു ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്താണ്? വാറന്റഡ് ഗ്രോത്തിനേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ക്യുമുലേറ്റീവ് ബൂം ആയിരിക്കും, ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും, ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു സേവിങ്സ് എന്ത് ചെയ്യും? ഇൻഫ്ലേഷനിലോട്ട് നയിക്കും. എല്ലാവരുടെ കയ്യിലും സേവിങ്സ് ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിലധികം എന്തുണ്ട്? പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പണപ്പെരുപ്പത്തിന് കാരണമാവും. അതുപോലെ തന്നെ ഈ ഒരു സേവിങ്സ് എന്ന് പറയുന്നത്
ഇപ്പോ നമ്മുടെ ഇൻഫ്ലേഷണറി ഗ്യാപ്പിനെയും അതുപോലെ ഡിഫ്ലേഷണറി ഗ്യാപ്പിനെയും നികത്താൻ എന്ത് ചെയ്യും സഹായിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ സേവിങ്സ് എന്ത് ചെയ്യാണ് കൂടുവാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും നമ്മൾ പറഞ്ഞു എന്തുണ്ട് ഇൻഫ്ലേഷണറി ഇൻഫ്ലേഷൻ വരും, എല്ലാവരുടെ കയ്യിലും പണപ്പെരുപ്പം വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും നമ്മൾ സേവിങ്സ് കുറച്ചു. സേവിങ്സ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ കൺസപ്ഷൻ കുറയും. കൺസപ്ഷൻ കുറയുമ്പോൾ എന്താണ് ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ ഈ ഒരു ഇൻഫ്ലേഷണറി പ്രഷർ എന്ത് ചെയ്യും കുറയും അല്ലെ? അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എന്ത് ഡിഫ്ലേഷണറി ഗ്യാപ്പും. ഡിഫ്ലേഷണറി ഗ്യാപ്പിലാവുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു എക്കോണമി ഡിഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത്, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പണം ഇല്ലാതിരിക്കുക, അതായത് വേണ്ടത്ര ആവശ്യങ്ങൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അത്തരം ഒരു പ്രഷറിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറയുന്ന പോലെ തന്നെ, അതായത് നമ്മൾ ഇൻഫ്ലേഷന്റെ സേവിങ്സ് എങ്ങനെയാണോ ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഡിഫ്ലേഷൻ ഉണ്ടാകുമ്പോഴും ഈ ഒരു സേവിങ്സിന്റെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു നമ്മുടെ കോഫിഷ്യന്റ് ഓഫ് സേവിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ഈ ഒരു ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ട്രേഡ് സൈക്കിളും ഹാരോഡ് മോഡലും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ റിക്കവറി ഫേസിലാണെങ്കിൽ, അതായത് അൺഎംപ്ലോയ്ഡ് റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നാച്ചുറൽ ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇപ്പൊ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ലം സിറ്റുവേഷൻ ആയിരിക്കും. ഈ സ്ലം സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാല്, സ്ലംപ് എന്ന് പറഞ്ഞാൽ മാന്ദ്യം എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അതായത് എക്കോണമിയിൽ അങ്ങനെ ഒരു മാന്ദ്യം പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറയും. നമ്മുടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറയും. അതുപോലെ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് നമ്മുടെ നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ബിസിനസ് സൈക്കിളിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്സിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. അതൊരു ലോങ് റണ്ണിലോട്ട് ഇപ്പൊ നമ്മൾ സേവിങ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും. പക്ഷെ ഒരു ഷോർട്ട് റണ്ണിലാണെങ്കിൽ അത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ഇനി ഷോർട്ട് റണ്ണിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഫേംസ് മേ സേവ് എ ലാർജ് പോർഷൻ ഓഫ് ദെയർ നെറ്റ് റെസീപ്റ്റ്സ്. അതായത് ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നെറ്റ് റെസീപ്റ്റ്സ് ഒരു വലിയൊരു പോർഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും അവിടെ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യും നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലാവും. ഓക്കെ, എപ്പോഴുള്ളതിനേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു റിക്കവറി ഫേസിനേക്കാളും അധികമാവും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. പക്ഷെ അവിടെ എന്താവും ഒരു എക്കോണമിക് ഡിപ്രഷൻ, അവിടെ ഒരു എക്കോണമിക് മാന്ദ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ഇപ്പോ നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ആ ഒരു നമ്മൾ എന്താ പറയാ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് കൂടുന്നില്ല, പക്ഷെ എപ്പോഴും അതിന്റെ ആ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അത് കൂടാനുള്ള ആ ഒരു പ്രഷർ അതിനുണ്ടായിരിക്കും. അങ്ങനെ അത് കൂടുവാണെങ്കിൽ അവിടെ എന്താവും ഇൻഫ്ലേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഇൻഫ്ലേഷൻ ഉണ്ടാവും, അതൊരു എക്കോണമിക് ഡിപ്രഷനിലോട്ട് നയിക്കുകയും ചെയ്യും. ഇപ്പോ ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ആൻഡ് ബോട്ടിലിംഗ് ജി മേ ബി റിഡ്യൂസ്ഡ് ബിഫോർ ഫുൾ എംപ്ലോയ്മെന്റ് ഇസ് റീച്ച്ഡ് ലീഡിങ് ടു ഡിപ്രഷൻ. അതായത് ഇപ്പോ ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു പോവാനുള്ള കാരണം ഉണ്ടാവും. ഇങ്ങനെ കുറഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ഒരു എന്താ പറയാ, അതായത് ആ ഒരു ഫ്രിക്ഷനും ആ ഒരു തടസ്സങ്ങളും ആ ഒരു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണം എന്ന് പറയും. അപ്പൊ അതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ജി എന്തായിരിക്കാം, മേ ബി ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന് എന്തായിരിക്കാം കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ അത് ഫുൾ എംപ്ലോയ്മെന്റിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല, അതിന് മുമ്പേ ചിലപ്പോൾ എന്ത് ചെയ്യും അത് അത് കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ഇങ്ങനെ കുറയുവാണെങ്കിൽ അവിടെ എക്കോണമി എന്തായിരിക്കും ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഒരു വാറന്റഡ് ഗ്രോത്ത് റേറ്റ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വാറന്റഡ് ഗ്രോത്ത് റേറ്റിന് മുകളിലോട്ട് പോകാൻ പാടില്ല ഇപ്പോ ഈ റിവൈൽ ഫേസിൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഒരു
ലോങ്ങർ ഒരു എക്കോണമി എന്തായിരിക്കും, ഒരു ലോങ് ടേമിലേക്ക് ഒരു മാന്ദ്യം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇനി ഒരു ഹാരോഡ് മോഡലിന്റെ ക്രിട്ടിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ക്രിട്ടിക് എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ഫംഗ്ഷൻ ആണ്. എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു വാരിയബിൾസിന് ചേഞ്ച് ഉണ്ടെങ്കിൽ മറ്റുള്ളത് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫിക്സ്ഡ് സേവിംഗ് റേഷ്യോ ആണ്, ഫിക്സ്ഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ ഫോഴ്സ് ആണ്. Economists have attempted to address this rigidity by allowing for capital and labor substitution in the production function, making the saving ratio a function of the profit rate. അതായത് നമ്മുടെ ക്യാപിറ്റലിനെ ലേബർ സബ്സ്റ്റിറ്റ്യൂഷനിൽ ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കിയിട്ട് എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അവതരിപ്പിച്ചു. അതുപോലെ എന്ത് ചെയ്തു, ഈ സേവിംഗ് റേഷ്യോ ഫംഗ്ഷനെ പ്രോഫിറ്റ് റേറ്റിനെ സേവിംഗ് റേഷ്യോ ഫംഗ്ഷൻ ആയിട്ടും കൺസിഡർ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് പറയുന്നത്, ക്രിട്ടിക്സ് ആയിട്ട് ഹാരോഡ് മോഡലിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഹാരോഡിന്റെ ഒറിജിനൽ മോഡലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ആ ഒരു ഇൻസ്റ്റബിലിറ്റി റിഡ്യൂസ് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ് പറയുന്നത്.